ഇതാണ് കോഡോ മില്ലറ്റ്, ഇതാണ് വരക്. നമുക്കിതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാവേ. അപ്പം ഞാനിത് ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. കുതിർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഇതൊരു അരക്കപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഞാൻ വരക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാണേ. അപ്പം വരക് നമ്മൾ എടുത്ത് ഇപ്പം ഞാൻ വരക് ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് കോഡോ മില്ലറ്റ്. അപ്പം ഞാൻ കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരകിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പം നമ്മുടെ വരക് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വന്ന് കുതിർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നന്നായിട്ട് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ വേകാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കിയേ, ഇത് വരക് കോഡോ മില്ലറ്റ്. അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ വെള്ളത്തിലിട്ടിരുന്നു, ഇന്ന് നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഉപ്മാവിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇടാൻ കേട്ടോ. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. പാനെടുപ്പത്ത് വെച്ച് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി, മുളക്, കറിവേപ്പില ഇത്രയും കാര്യം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി, മുളക്, കറിവേപ്പില, ഉണക്കമുളകും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഇളക്കി. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ലീക്ക് ചെറുതായിട്ട് കൊത്തി വരുന്നതാണ്. നമുക്ക് എന്ത് പച്ചക്കറികളാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നതും ഇതോട് യോജിച്ച് പോകുന്നതായിട്ടുള്ള കുറച്ച് പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്യാബേജ്, ഇത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഇനി ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റും ബീൻസും. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഉപ്പുമാവായിരിക്കും അല്ലേ? ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇത് ഒരു ചെറിയ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇത് ഇത്രയും വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരകിട്ട് കൊടുക്കാം. നമുക്ക് ഈ കോഡോ മില്ലറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. വരകിന് കുറച്ച് വേവുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് കുറച്ച് കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ വേവും. അപ്പം നമ്മൾ ഈ മില്ലറ്റുകളൊക്കെ വേവിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ വേവിക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം വേവിക്കാൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് വയറ്റിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അത് കുതിരും. അതുകൊണ്ട് വയറ്റിൽ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് വേവിക്കുന്ന എപ്പോഴും നല്ലത്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലല്ലേ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുമാവെന്ന് പറഞ്ഞാൽ 1 കിലോ ഉപ്പിട്ടെത്തിട്ടരുതേ, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി.
നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാവേ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിന് നമ്മൾ 1.5 മടങ്ങ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ കുതിർത്ത് വെച്ചല്ലോ, കുതിർത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 മടങ്ങ് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇതിങ്ങനെ വേവിച്ചെങ്കിലും വേഗം നമ്മൾ കുതിർത്ത് വെച്ചത് കാരണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കപ്പിന് 1 കപ്പ് വരകായിരുന്നു എടുത്തത്, അപ്പോൾ അതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റെങ്കിലും ഇങ്ങനെ കിടന്ന് ചെറിയ തീ ഇരുന്ന് വേവട്ടെ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ടൈമർ വയ്ക്കാം. 15 മിനിറ്റ് വെച്ചിട്ട് വെന്തോ. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ അപ്പം ചീസ് കണ്ടുപിടിക്കുന്നു. ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. ഒന്നും കൂടെ നോക്കാം നമുക്ക് വെന്ത് കാണും. ഇപ്പം നമുക്കെടുത്ത് കഴിക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഉപ്മാവാണ് അല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ ഉപ്മാവില്ലെങ്കിൽ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടേ നമുക്കതിലേക്ക് ഒരു സ്വല്പം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടാണെങ്കിലും വേവിക്കാം, പക്ഷേ എനിക്കിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇഷ്ടം കേട്ടോ. അല്ലെങ്കിൽ അത് വെള്ളത്തിൽ കിടന്ന് വെന്ത് പോവുകയല്ലേ. നമുക്ക് ശ്രദ്ധിച്ചിട്ട് വെച്ച് ഇതിനെ ഒന്ന് ഇതാക്കിയെടുക്കാം. അല്ല നമുക്ക് വേറെ ഒരു പാനിനകത്ത് ഇട്ടാണെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇനി ഒരു പാനോടെ കഴുകാൻ പോട്ടെ. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഇതായിക്കോളും. അപ്പം നമുക്ക് ഇളക്കിയെടുത്ത് കഴിക്കും. നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ശരിയായിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഇളക്കിയെടുക്കാം. ഇത് നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് കറക്റ്റായിരുന്നു. ഉപ്പ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം. ഞാൻ കുറച്ച് ഉപ്പ് കഴിക്കുന്നതാണ് ഏറ്റവും പറയാറില്ല. അതുകൊണ്ട് പ്രഷർ ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. പ്രഷർ ഞാൻ ഉപ്പ് കുറവാണ് കഴിക്കുന്നത് പൊതുവെ. ഞാനിവിടെ ഒരു മുട്ടയൊക്കെ പുഴുങ്ങി ഒന്ന് വെച്ച് കേട്ടോ. കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണെങ്കിലും കഴിക്കാം. ഇതിനകത്ത് ധാരാളം പച്ചക്കറികളൊക്കെ ഇട്ടതുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് മുട്ടയെ നമുക്കൊരു കൂട്ടിന് വേണ്ടി കഴിക്കാം. അല്ലെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഴത്തിനോട് കഴിക്കാം. അങ്ങനെയൊക്കെ ഏതിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡയബറ്റിക് ഉള്ളവർക്കും കഴിക്കാൻ നല്ലൊരു വിഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. നമ്മുടെ വരകിൻ്റെ അല്ലെങ്കിൽ കോട മില്ലറ്റിൻ്റെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം എനർജി കിട്ടും നമുക്ക്. അതുപോലെ ഡയറ്ററി ഫൈബർ ഇൻടേക്ക് ധാരാളമുണ്ട്. ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫോസ്ഫറസ്, വൈറ്റമിൻ B12, അയൺ, അങ്ങനെയുള്ള എല്ലാ വൈറ്റമിൻസും ഉണ്ട്. ഗ്ലൂട്ടിൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടിൻ അലർജി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ചെറുതാണെങ്കിലും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു വെരി മച്ച്. ബൈ.